ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? അപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ പോകുന്നു. അപ്പം ഇന്ന് ഞാനിന്ന് മുരിങ്ങ താളിക്കും കേട്ടോ. അപ്പം അതിന് എണ്ണയൊക്കെ വെച്ച് ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും പഴുത്ത പച്ചമുളകും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നുകൊണ്ട് നല്ല എരി ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് അപ്പോൾ അതൊക്കെ കൂടി എണ്ണയിൽ ഇട്ടിട്ട് ഒന്നാണ് മുറിപ്പിക്കുക. എന്നിട്ട് അതിൽ കഞ്ഞിവെള്ളം ഒഴിച്ചത് ഞാൻ കുറേ കാണിക്കണ തന്നെയാണ്. എന്നാലും ഞാൻ കുറേ ദിവസം കൂടുമ്പോൾ നമുക്കൊരു ഈ മീനിനെ കൂട്ടിയാൽ നമുക്ക് ഒരു ഇതല്ലേ, മട്ടിപ്പല്ല. അപ്പോൾ ഈ മുരിങ്ങടല നല്ലതല്ല. അപ്പോൾ അത് മുരിങ്ങടലൊക്കെ ഇതാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കഴുകി ഊരിയിട്ട് കഴുകിയിട്ടോ. അപ്പോൾ ഇതാ വറുത്ത് വെച്ചിട്ടോ. അപ്പോൾ ഈ ഇതിലേക്ക് ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടോ. അപ്പോൾ ചില ആൾക്കാരൊക്കെ വെറും കഞ്ഞിവെള്ളത്തിൽ തിളപ്പിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കും ചില ആൾക്കാരൊക്കെ. അപ്പോൾ അതങ്ങനെ രസം, ഇതിങ്ങനെ രസം. അപ്പോൾ ഞാൻ ഇതിങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ നല്ല രസമാട്ടോ ഇതും. പിന്നെ ഇതാ മീൻ വറുത്തത്, അയില, ചെറിയ ചെറിയ അയിലയിലാട്ടോ. അപ്പോൾ അത് വറുത്തതുണ്ട്. പിന്നെ ഇന്നത്തെ മീൻ കറി ഉണ്ട് കാക്കാക്കി. അപ്പോൾ അതൊക്കെ നല്ല. അപ്പോൾ ഇതിന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ചു. അപ്പം നമുക്ക് വേണ്ടത്ര വെള്ളം എങ്ങനെയാണെന്ന് അതിനനുസരിച്ച് ചെയ്യട്ടോ. ഉപ്പ് പാകത്തിന് ഇടുക. ഉപ്പ് ഞാൻ ലേശം ഇട്ടിരിക്കുന്നു ഉള്ളിയിൽ. അപ്പം ഇനി ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി വേണം. പിന്നെ അത് തിളച്ച് വരുമ്പോൾ ഈ മുരിങ്ങടലേൻ്റെ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ്. പിന്നെ അതിൽ കുരുമുളകും പൊടിയൊക്കെ ഇടാവാണെങ്കിൽ പിന്നെ പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് കുരുമുളകും പൊടിയൊക്കെ ഇട്ടാൽ നല്ല രസമാണ് കേട്ടോ. ചിലവർ അറിയാത്തവരുണ്ടാവും. അപ്പം നാളെ ഒരു ദിവസം ആരോ ഇതേപോലെ കുരുമുളക് പൊടി ഇട്ടപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരു നുള്ളി കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. എന്നാൽ അപ്പോൾ എരിവ് ഉണ്ടായിക്കോട്ടെ. ഇതാ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ നല്ല രസമാട്ടോ. കുരുമുളകും വെളുത്തുള്ളിയും ഒക്കെ കൂടി ചതച്ചിടുക വെച്ചാൽ അങ്ങനെ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു പൊടിച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ അതാ. അപ്പോൾ നല്ല രസമാണ്. ഇതും ഉണക്കൽ മീനൊക്കെ ഇല്ലേ, അപ്പോൾ കൂട്ടി ചോറിനാനൊക്കെ. അപ്പോൾ നല്ല ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് തിളക്കുമ്പോൾ പിന്നെ എന്താ പറയുക, അപ്പം ഇനി തിളക്കുമ്പോൾ ഇത് മുരിങ്ങടലേൻ്റെ ഇട്ടാൽ മതി കേട്ടോ. പാകത്തിന് വെള്ളം വേണ്ടത് ഒഴിക്കട്ടോ. നമുക്ക് വെള്ളം പോലെയുള്ള കഞ്ഞിവെള്ളം കേട്ടോ. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ ഇതിനൊക്കെ കുറുകും. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാക്കല്ലേ. അപ്പം ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ എന്നും മുരിങ്ങടല താളിക്കും. അതാണെന്ന് വിചാരിക്കേണ്ടത്. ദിവസം ഇവിടെ മീൻ ഇല്ലെങ്കിൽ കാക്കാക്ക് പറ്റൂല കേട്ടോ. പിന്നെ ഞങ്ങളൊക്കെ എങ്ങനെയും ചമ്മന്തിയോ എന്തെങ്കിലുമൊക്കെ കൂട്ടി തിന്നും. കാക്ക പറയും വേണ്ട പറയും. അപ്പോൾ അത് കാരണം കുറച്ച് മീനെടുത്തിട്ട് ഞാൻ എന്താ വറുത്തിക്കുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, അയില, ചെറിയ ചെറിയ അയില. അപ്പോൾ നല്ല രസമുള്ള അയില കേട്ടോ. അപ്പോൾ അതിൽ പെരുംജീരകമൊക്കെ ഞാൻ ആദ്യം എണ്ണയിലിട്ടു. പിന്നെ ചതച്ചത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും പെരുംജീരകവും കുരുമുളകൊക്കെ ചതച്ചിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ അതാ. പിന്നെ ഞാനതിൽ കരിവേപ്പിൻ്റെ എല്ലാം എണ്ണയിലും ഇട്ടു. പിന്നെ കുറച്ച് ഞാൻ മേലെ ഇട്ടു കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ കൂട്ടാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. മുരിങ്ങ ഇങ്ങനെ ചെയ്യാത്തവർ ചിലവരെന്താ ചെയ്യണോ, കഞ്ഞിവെള്ളത്തിൽ വെച്ചിട്ട് ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് പിന്നെയാണ് ഇടുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യുക. അപ്പോൾ എന്നാൽ എളുപ്പമായല്ലോ. അപ്പോൾ അത് പിന്നെ തിളച്ചാൽ മതിയല്ലോ. മുരിങ്ങക്ക് പിന്നെ വേവൊന്നുമില്ലല്ലോ. നല്ല വെന്താ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ അത് ആ തള വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ അതിലേക്ക് ഇടുക, ഒരു 2 തള തിളക്കുക, മാങ്ങി വയ്ക്കുക. ഇത്രേ പണിയുള്ളൂ. അപ്പോൾ എല്ലായിടത്തും മഴയാണോ വെയിലാണോ എന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ മക്കളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്കൊന്ന് ചെയ്യാത്തവരൊന്ന് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും കമൻറ്റും ചെയ്യും കേട്ടോ. എന്താണ് സൊല്യൂഷൻ, എന്താണ് നിങ്ങൾ കമൻ്റ് അവിടെ എഴുതിയിട്ടുള്ളൂ കേട്ടോ. ഇംഗ്ലീഷിലൊന്നും എഴുതണ്ട, മലയാളത്തിലൊക്കെ എഴുതിക്കൂലേ. അപ്പോൾ അത് തിളക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് മുരിങ്ങ കേട്ടോ. അപ്പോൾ മഴ ചാറിക്കൊണ്ട് തിരുമ്പിയതാ മുറ്റത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ചാറിയിട്ടും പിന്നെ വെയിൽ തെറിച്ചിട്ടും അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കിടക്കട്ടെ വെച്ചിട്ട് ഞാൻ എൻ്റെ പണിയൊക്കെ ഒരുങ്ങട്ടെ വെച്ചിട്ടാണ്. എന്നിട്ട് പിന്നെ അങ്ങോട്ട് അതുണ്ടാക്കിയാണ് കയറിയാൽ മതിയല്ലോ പാമ്പ് കൊടുക്കുമ്പോഴത്തേനും. അപ്പോൾ അതൊക്കെ മുരിങ്ങടല കയ്യിൽ കിട്ടും. നല്ലോണം 2 തളണ്ട് തിളച്ചാൽ അപ്പോൾ അതുണ്ട് ഇറക്കിക്ക് വേണ്ടത്. പിന്നെ ഒരു കയ്യിൽ ഫോണ് പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് കേട്ടോ അത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമൊക്കെ അത് എടുത്തേക്കണം, അല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ ഇതാക്കണം. പിന്നെ എന്താ പറയുക, അത് സാധനമൊക്കെ വാങ്ങണം. പിന്നെ ഇങ്ങനെ മൊബൈൽ അത് വെക്കണത് അതൊക്കെ അറിയൊന്നുമില്ല. അത് എങ്ങനെ ചെയ്യാമെന്നൊക്കെ പിന്നെ ആരുടെയൊക്കെ ചോദിക്കേണ്ടി വരും. പിന്നെ ഞാൻ അത് ഒറ്റയ്ക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഒരാളുണ്ടാവും പിടിക്കാനൊക്കെ. പിന്നെ കാക്കണ്ട ചിലൊക്കെ പിടിച്ചു തരും കേട്ടോ.
കാക്കനെ ഇപ്പോൾ ഇതൊക്കെ കാണിച്ചു തന്നിട്ട് ഇങ്ങനെ എടുക്കണം എന്നൊക്കെ ഉള്ളത് കേട്ടോ. ഒക്കെ അറിയൊന്നുമില്ല. പിന്നെ ഇവിടെ ചേച്ചി, പിന്നെ ചേച്ചിയുടെ മരുമോളും പിന്നെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ തന്നെ കാണിച്ചു തന്നത്. ഇത് ഞാൻ അനിയത്തിൻ്റെ കുട്ടിയാണല്ലോ ഇത് ആദ്യം ചെയ്ത് കാണിച്ചു തന്നത്. അപ്പോൾ ഞാനൊന്നിങ്ങനെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ പിന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ അറിയാം, പക്ഷെ ഇതിൽ തോനെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് എന്താണോ അങ്ങനെ നിറഞ്ഞിട്ട് എന്താണെന്നറിയില്ല, അത് ശരിയാവുന്നില്ല. കുറച്ചൊക്കെ ചെറുതൊക്കെ ആണെച്ചാൽ 2 മിനിറ്റും 3 മിനിറ്റൊക്കെ ഉള്ളത് ചെയ്യാൻ പറ്റില്ല. ഒരു 10 മിനിറ്റ് ഒന്നുള്ളത് ഇതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതൊരു പഴയ ഫോണ് മേടിച്ചതാണ്. അപ്പോൾ അതാ നമ്മളെ മുരിങ്ങക്കായി. അപ്പോൾ നാളെ വേറെ വീഡിയോയിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും കേട്ടോ. അപ്പോൾ മുരിങ്ങയൊക്കെ വെന്തിക്കുന്നു.